ഹായ് നമസ്കാരം. വാസ്തുപരമായി മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ എല്ലാം സംശയങ്ങൾക്ക് വളരെ ലളിതമായും വ്യക്തപരമായിട്ടും ഉത്തരം നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ആസ്ട്രൽ തങ്കച്ചൻ സാറുമുണ്ട്. സർ നമസ്കാരം. നമസ്കാരം സർ, ഈ വാസ്തുവില് പൊതുവെ ദിശകൾക്ക് വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ട്. അപ്പൊ ഈ വാസ്തുവില് ദിശകൾക്ക് പ്രാധാന്യം വരാൻ കാരണം പാരിസ്ഥിതികപരമായിട്ടാണോ അതോ ഭൗതികപരമായിട്ടാണോ കാരണമുള്ളത്? ഓക്കെ, ഇത് കുറച്ചുകൂടെ നല്ല ആധികാരികമായ ചോദ്യം തന്നെയാണ്. പക്ഷെ ഇതിപ്പം ഇതിന് രണ്ട്, അതായത് ഭൗതികമായിട്ട് ആണോ ഇതിന് പ്രാധാന്യം, അല്ല പാരിസ്ഥിതികപരമായിട്ടാണോ? ഇതിനകത്ത് വാസ്തു ദിശകൾക്ക് പ്രാധാന്യം എന്നുള്ളത് ഭൗതികമായിട്ടുണ്ട്. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് അതിന് പ്രാധാന്യം ഉണ്ടാവുന്നു. ഇപ്പോ പാരിസ്ഥിതികപരമായി നോക്കുമ്പോൾ ഒരു കുന്നിൻ ചരിവിലാണ് നിങ്ങൾ ഒരു വീട് വെക്കുന്നു വെക്കുക. നിർഭാഗ്യവശാൽ ആ കുന്ന് കിഴക്ക് സൈഡാണെന്ന് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് സൂര്യോദയം ഒരു 11 മണി 12 മണിക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടുള്ളൂ, വെളിച്ചം കിട്ടും. പക്ഷെ സൂര്യനെ നിങ്ങൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് കാണണമെങ്കിൽ ഒരു കുറഞ്ഞതിരിപ്പം നമ്മുടെ മൂകാംബികയ്ക്ക് നമുക്ക് സൂര്യോദയം കുറച്ചുകൂടി താമസിച്ച് അവർക്ക് സൂര്യനെ കാണാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ ഓപ്പോസിറ്റ് വലിയൊരു മലയാണ്. അപ്പൊ അതേപോലെ ഇത് ഒരുതരം പരിസ്ഥിതി സംവിധാനങ്ങളിൽ കിട്ടുന്ന മാറ്റങ്ങളാണ്. ഇതിന്റെ ഭൗതികമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ദിക്കുകൾക്ക് വടക്കിനൊരു ആകർഷണമുണ്ട്. വടക്കിന്റെ ആകർഷണം ഉണ്ടല്ലോ. അപ്പൊ വടക്ക് മുകളിൽ, തെക്ക് താഴെ. റൈറ്റ് സൈഡ് സൂര്യൻ ഉദിക്കുന്നു, അവിടെ നിന്ന് അത് വെളിച്ചം വരുന്നു. അപ്പോൾ വടക്ക് കിഴക്കുകൾക്കുള്ള പ്രാധാന്യവും പിന്നെ ഉത്തരായണം ദക്ഷിണായണം, ഞാൻ കുറച്ച് കഴിഞ്ഞ വ്ലോഗുകളിൽ പറയുന്നത് 24 ഡിഗ്രി ഭൂമി ചരിഞ്ഞ് ചുറ്റും സ്വയം ചുറ്റുകയും ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുകയും ചെയ്യുന്നതിന്റെ പ്രതിഭാസം ഉത്തരായണം. ഇതെല്ലാം നമുക്ക് എപ്പോഴും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പൊ അങ്ങനെയും ദിക്കുകൾക്ക് പ്രാധാന്യം കൂടുന്നു. പ്ലസ് പരിസ്ഥിതി. ഇപ്പം തൊട്ടടുത്ത് വലിയൊരു ബിൽഡിങ്ങാ, നമ്മുടെ വടക്ക് മറിഞ്ഞു. നമ്മുടെ വടക്കിൽ വലിയൊരു ബിൽഡിംഗ്, ഒരു 3 നില ബിൽഡിംഗ്. അതിന്റെ തൊട്ടടുത്ത് നമ്മളൊരു 1 നില ബിൽഡിംഗ്. ഇതിനകത്ത് ഒരു 1 മീറ്റർ ഗ്യാപ്പുള്ളൂ. അപ്പം അവിടെയും ബാധിക്കപ്പെടുന്നു. അവിടെയും ദിശകളുടെ പ്രാധാന്യം കുറയുന്നു. അതല്ലെങ്കിൽ ഭൗതികമായി തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു വടക്ക് സ്വാഭാവികമായിട്ട് ഒരു ആകർഷണവും വടക്ക് നമുക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വാസ്തുയോഗ്യമായ വീടിന് പൂർണ്ണമാവുള്ളൂ. ഒരു വടക്കും കിഴക്കും വിശാലമായ മുറ്റവും അതുവഴിയേ ഉള്ള ജനൽ വാതിലൂടെയുള്ള വെളിച്ചവും പോക്കോരും ഉണ്ടെങ്കിൽ, പിന്നെ നോർത്ത് ഈസ്റ്റ് ഒരു കിണർ, ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ വാസ്തു യോഗ്യമാണ്. പക്ഷേ നമ്മുടെ എല്ലാ വാസ്തുവും വളരെ കൃത്യമായി നമ്മൾ കിടക്കും. ഏതെങ്കിലും ഒരു കിഴക്കോ വടക്കോ പോലത്തെ, കിഴക്ക് ഒരു 3 അടി അല്ലെങ്കിൽ 5 അടി ഗ്യാപ്പേ ഉള്ളൂ, തൊട്ടടുത്ത് വേറൊരു ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് പോലത്തെ സംവിധാനങ്ങൾ മറിയുകയാണെങ്കിൽ അത് പരിസ്ഥിതിപരമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കുന്നു. അപ്പോൾ പരിസ്ഥിതിക്കും ഭൗതികതയ്ക്കും ദിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. അല്ല, അപ്പൊ ഈ മൂകാംബികയില് അങ്ങനെ സൂര്യൻ ഉദിക്കുന്നത് ഇതാണെന്ന് പറഞ്ഞല്ലോ, അപ്പോ അതിന് പ്രശ്നം ഉണ്ടാവത്തില്ല? അല്ലല്ല, അത് ഫീമെയിൽ എനർജിയാണ്. മൂകാംബിക എന്നുള്ളത് ഒരു ഫീമെയിൽ എനർജി, മെയിൽ എനർജി, ഫീമെയിൽ. ദൈവങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എനർജി ബേസിൽ. നിങ്ങൾ ഭക്തിമാർഗത്തിൽ നോക്കുമ്പോൾ നമുക്ക് കഥകളിലൂടെ, പുരാണങ്ങളിലൂടെ, ആചാര്യന്മാരിലൂടെ, ഗുരുനാഥന്മാരുടെ കേട്ട കഥകളും അമ്പലങ്ങളുമായിട്ട് നോക്കിയാണ്. ഒരു എനർജി ബേസിൽ വെച്ച് നോക്കുമ്പോൾ അമ്മ ഫീമെയിൽ. അപ്പോൾ അവിടെ കിഴക്കിന്റെ സ്വാധീനം കുറയുമ്പം ഫീമെയിൽ എനർജിക്ക് കൂടുതൽ പവർ കൂടിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ഒരു സബ്ജക്റ്റ്. അത് മനസ്സിലായി. ഇപ്പം നമ്മൾ ദേവീ ക്ഷേത്രങ്ങളിൽ മുൻ മണ്ഡപം 54 അടി ഇങ്ങനെ കയറ്റിയെടുക്കുന്നു, അല്ലെങ്കിൽ ചില കണക്കുകൾ വെച്ച് മണ്ഡപം കെട്ടുന്നില്ലേ, അത് സൂര്യപ്രകാശം അകത്തോട്ട് കടത്തി വിടാതിരിക്കാനോ അല്ലെങ്കിൽ സൂര്യപ്രകാശം കുറഞ്ഞ, അത് ഫീമെയിൽ എനർജിക്ക് എപ്പോഴും കിഴക്ക് മറയ്ക്കും. ദേവീ ക്ഷേത്രങ്ങൾ കൂടുതലും കിഴക്ക് മറയ്ക്കണം. അപ്പോൾ മെയിൽ എനർജി ദേവക്ഷേത്രങ്ങൾക്ക് എപ്പോഴും കിഴക്ക് കൂട്ടണം. ഇത് നമ്മൾ സ്ഥപതികൾ അല്ലെങ്കിൽ അമ്പലവാസ്തുവിനകത്ത് വരുന്ന നിയമം. ഞാൻ അമ്പലവാസ്തുവും ചെയ്യുന്നുണ്ട്, വ്യവസായ വാസ്തു, ഭവന വാസ്തു എന്നെപ്പോഴും പറയുമ്പോൾ ഇത് അമ്പലവാസ്തുവിനകത്തുള്ള നിബന്ധനകളാണ്. മൂർത്തി ആരാന്ന് അറിഞ്ഞു വേണം അവിടുത്തെ വാസ്തു സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ അതൊരു ഈ വ്ളോഗിലോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് അല്ല, അതിന് വേണ്ടി തന്നെ തനിച്ച് സംസാരിക്കണം. ഒരുപാട് പേര് ഇപ്പൊ എൻക്വയറി ചെയ്ത് ചോദിക്കുന്നുണ്ട്, സാറിനോട് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ടാവും വാസ്തു ക്ലാസ്സിനെ കുറിച്ചിട്ട്. നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ടാകും. എന്നായിരിക്കും നമുക്ക് ഇനി ഒരു അടുത്ത ക്ലാസ് കിട്ടുന്നത്? തീർച്ചയായും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ക്ലാസിന്റെ ഒരു സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു തന്നെ പോകണം. പഠിപ്പിക്കാൻ ആഗ്രഹ കുറവ് ഉണ്ടായിട്ടല്ല, അതെനിക്കൊരു വരുമാന മാർഗവും കൂടെയാണ്. പക്ഷെ വരുമാന മാർഗത്തെക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നോട് പഠിക്കാൻ വരുന്നവര് എനിക്ക് തൃപ്തിയാവണം അവർ പഠിച്ചു എന്നുള്ളത്. അത് ഒരു വരുമാന മാർഗം മാത്രമല്ല, നമ്മൾ അത്രയും നന്നായി പഠിപ്പിക്കണം, അവരെന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ള താല്പര്യം. കാരണം ഇതൊരു ഉപജീവന മാർഗവും കൂടിയാണ്. ഇപ്പൊ അവർക്കൊരു സ്വയം തൊഴിലും കൂടിയാണത്. അപ്പൊ അവർ അതിന്റെ ആധികാരികതയോടെ പഠിക്കണം.
ഒരു പക്ഷേ നാളെ പുറത്തറിയപ്പെടുന്ന റാസ്റ്റിൽ തങ്കച്ചന്റെ ക്ലാസ് കഴിഞ്ഞു വരുന്നല്ല അദ്ദേഹമാണ് ഞങ്ങളെ പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ അതിൽ എന്തോ എനിക്ക് അങ്ങനെ ഒരു അതൃപ്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓഫ്ലൈൻ ക്ലാസ് വിളിക്കുന്നത്. പക്ഷെ ഇപ്പൊ വിദേശത്തൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. സാറ് ഒക്കെ ശരിയാണ്, സാർ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ ജീവിത ശൈലിയും സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ വാസ്തുവിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് സാർ, ഓൺലൈൻ ചെയ്യണമെന്ന്. വളരെ ഗൗരവമേറിയ ചർച്ച. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ ബോർഡൊക്കെ ചെയ്ത് വെക്കും പോലെ നമ്മുടെ ടാബിൽ തന്നെ അവർക്ക് ലൈവായിട്ട് വരച്ച് കാണിച്ച് സഹിച്ച് ചെയ്യാനുള്ള ഒരു ആധുനിക സംവിധാനങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഓൺലൈൻ ക്ലാസ് വാസ്തുവിൽ ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലത് നേരിട്ട് വന്ന് പഠിക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ പറയാം, ഒരു 2 days നേരിട്ട് വന്നിരുന്ന് ലൈവ് ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് പിന്നെ ഓൺലൈനിൽ ബാക്കി ക്ലാസ് നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ നിവൃത്തിയില്ലായ്മ അത് എനിക്കും അതനുസരിച്ച് പോകണം. കാരണം വിദേശത്തൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കായിട്ട് പ്രത്യേകം ഓൺലൈൻ ക്ലാസ്സുകൾ സജ്ജീകരിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിന് താല്പര്യമുള്ളവരും ഓഫ്ലൈൻ ക്ലാസ്സിന് താല്പര്യമുള്ളവരും നിങ്ങൾ ഓഫീസ് നമ്പറിലോട്ട് വിളിക്കാം. അവരോട് പറഞ്ഞ് മറ്റു സംവിധാനങ്ങളെല്ലാം ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓഫ്ലൈനും ഓൺലൈൻ 2 ക്ലാസ്സും സജ്ജമായി കഴിഞ്ഞു. താല്പര്യമുള്ള എല്ലാവർക്കും 2ാമത്തെ നമ്പറിലോട്ട് വിളിക്കാം. സാർ, ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് കൺസേൺഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ വീടിന്റെ മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, അവർ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാടകയ്ക്ക് കൊടുക്കുന്നവര് ആ മുകൾ ഭാഗത്ത് എന്തെങ്കിലും ഇപ്പം മാറ്റങ്ങളൊക്കെ വരുത്തുന്ന സമയത്ത് അത് വാസ്തുപരമായിട്ട് ചില പ്രശ്നങ്ങളോ ദുരിതങ്ങളൊക്കെ വരുത്താറുണ്ട്. അപ്പൊ ഈ വരുത്തുന്നത് അത് ഈ താഴെ നിൽക്കുന്നവർക്കും ആ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും അത് ബാധിക്കും എന്ന് ചോദിക്കുന്നു. ശരിയാ, അത് അങ്ങനെ ഒരു ആരും ചിന്തിക്കാത്തൊരു ചോദ്യം. അതൊരു നല്ല ചോദ്യമാണ്. കാരണം വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് വാസ്തു വേണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും വാസ്തു നോക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അതൊരു എനർജിയാണ്, അതിന് മറ്റൊന്നും അറിയില്ല. ഇദ്ദേഹമാണ് ഹൗസ് ഓണർ, ഇതൊരു നിരപരാധിയാണെന്ന് അറിയില്ല. അതൊരു എനർജിയാ, അത് അവിടെ പുൽകിയിരിക്കും. അപ്പൊ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അവർ ചെയ്യുന്ന അവരുടെ ദൈനംദിന ജീവിത ശൈലിയിൽ അവർ ഏർപ്പെടുത്തുന്ന ചില മാറ്റങ്ങൾ ആ ഹൗസ് ഓണറിനെയും ബാധിക്കും, 100% ബാധിക്കും. ഞാൻ അതുകൊണ്ടായി പറഞ്ഞ നല്ല ക്വസ്റ്റ്യനാന്ന് പറഞ്ഞ. കാരണം മറ്റുള്ളവർ ചിന്തിക്കുന്നില്ല. വാടകയ്ക്ക് ഒരു വീട് കൊടുക്കുന്നു, അവര് വേറൊരു വീട്ടിൽ താമസിക്കുന്നു. ഈ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് അവരവരുടെ ഉപയോഗിക്കുന്ന രീതികൾ ആ വീടിന്, ഇപ്പൊ ഉദാഹരണം വടക്ക് കിഴക്ക് കുറച്ച് സാധനങ്ങൾ, അവരുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ട് അടുക്കുകയാണ്. അപ്പം വാടകക്കാരനാണ് ഇത് ചെയ്യുന്നത്, മുതലാളി ഇത് അറിയുന്നില്ല. മുതലാളിക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അയാളുടെ വീടാണ്. ഞാൻ പറഞ്ഞില്ല 25-75 എപ്പോഴും ഒരു 100% വാസ്തുവിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഒരു 25% അതിന്റെ മുതലാളിക്കും ഉണ്ട്, ഇല്ലെന്നില്ല, ഒരിക്കലില്ല. അതിന്റെ മുതലാളിക്കും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരാള് ആ വീടിനെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ വാസ്തു രീതികളിൽ എന്ന് നോക്കേണ്ടത് ആ വീടിന്റെ ഉടമസ്ഥനും ചിന്തിച്ചിരിക്കണം. ഇപ്പൊ ഉദ്ദേശം, ഒരു വീട്ടിൽ മുകളിൽ താമസിക്കുന്ന വാടകക്കാര്, താഴെ ഹൗസ് ഓണറാണ്. അപ്പൊ മേൽ ടെറസും മുകളിൽ താമസിക്കുന്നവർക്ക് സ്വന്തമാണ്. അവരവിടെ വടക്ക് കിഴക്ക് കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ എല്ലാം മേളിൽ കൊണ്ട് ഡംപ് ചെയ്ത് വെക്കുന്നു. ഇത് താഴെ താമസിക്കുന്ന ഹൗസ് ഓണർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ട്. കാരണം ആ വീട്ടിലാണ് ഹൗസ് ഓണർ താമസിക്കുന്നത് താഴെ. അപ്പോൾ സ്വന്തം വീട്ടിൽ താഴെ താമസിക്കുകയും മുകളിൽ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ മുകളിലത്തെ പോർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർ അവർ ചെയ്യുന്ന, ഇപ്പൊ ഉദാഹരണം വടക്ക് കിഴക്ക് അവരുടെ സാധനങ്ങളെല്ലാം കൊണ്ട് ടെറസിൽ അടുക്കി വെക്കുക, എല്ലാം കൊണ്ട് ഡംപ് ചെയ്ത് വെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് വാടകക്കാരില്ലേ ടെറസ് അവർ ഉപയോഗിക്കുന്ന അവരുടെ കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ അടുക്കി വെക്കുക എന്നുള്ള രീതിയിലല്ല. ആ സമയം തൊട്ട് ആ വീട്ടിൽ വീട് വർക്കൗട്ട് ആയി തുടങ്ങും, അതിന്റെ വാസ്തുദോഷം. അപ്പം അത് അനുഭവിക്കുന്നത് ആ വീട്ടിന്റെ താഴെ താമസിക്കുന്ന സാക്ഷാൽ ഓണറും അനുഭവിക്കേണ്ടി വരും. സോ വാടകയ്ക്ക് പോകുമ്പോൾ ഭയപ്പെടുത്തുകയല്ല, ഇത് ദൈനംദിനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. വാടകക്കാരോടായിരുന്നാലും വടക്ക് കിഴക്കുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ പറയുക. മിക്കവാറും വീട്ടിൽ വാടകയ്ക്ക് വരുന്നവര് ഒരു വീട് വാടകയ്ക്ക് പോകുന്നത് തന്നെ ഒരു വാസ്തുദോഷത്തിലൂടെയാണ്. കാരണം വാടകയ്ക്ക് കൊടുക്കാൻ ആരും വീട് കെട്ടാറില്ല. അവരുടെ സ്വപ്നമാണ് അവരുടെ വീട്. വളരെ ഭംഗിയായിട്ട് ആഗ്രഹിച്ച് ലോൺ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ദീർഘദൂര അധ്വാനം, അതിന് കുറച്ച് കിട്ടുന്ന കുറച്ച് കാശ്, ഇതൊക്കെ എടുത്താണ് വീട് കെട്ടുന്നത്. പിന്നീട് അത് വാടകയ്ക്ക് കൊടുക്കുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, അതിനേക്കാൾ മെച്ചപ്പെട്ട സിറ്റീസിലോട്ട് അവർ പോകുമ്പോൾ തറവാട് വീട് അല്ലെങ്കിൽ പഴയ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു. വേറൊരു ആൾക്കാർ മനഃപൂർവ്വം വാസ്തുദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ ഇനി താമസിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വാസ്തു വീട്ടിലോട്ട് താമസിക്കുകയും ഇതിനെ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യും. ഞാനിത് പറയുന്നുണ്ട് പലരോടും, വാസ്തുദോഷമുള്ള വീടിനെ നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട, നിങ്ങൾ മറ്റൊരു വാസ്തു വീട്ടിലോട്ട് താമസിക്കുക, ഈ വീട് പൂട്ടിയിടാനും പാടില്ല. സോ വാസ്തു വിശ്വസിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇതെല്ലാം വെറുതെ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരത് വന്ന് താമസിച്ചോളും, വീട് വാടകയ്ക്ക് കൊടുക്കാം
എന്ന് ഞാനും തന്നെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ വാടകയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ വാടകയ്ക്ക് വരുന്ന ആൾക്കാർ ആ വീടിനെ ഏത് രീതിയിൽ നോക്കുന്നു എന്നുള്ളത് ഒരു ശ്രദ്ധ എല്ലാ ഹൗസ് ഓണേഴ്സിനും വേണം. പിന്നെ പ്രത്യേകമായിട്ട് മറ്റൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് എനിക്ക്. കാരണം എന്നെ ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാ ഫോണും എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് വിളിക്കും. ഒരുപക്ഷെ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എന്നെ വിളിക്കാമല്ലോ. അപ്പൊ അത് ഞാൻ പക്ഷെ അത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരുപാട് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നത് നിർഭാഗ്യവശാൽ ഞാൻ പറയുകയാണ്. കാരണം ഒരുപാട് ആൾക്കാർ പ്ലാൻ അയക്കുന്നു. അപ്പൊ പ്ലാൻ അയക്കുമ്പോൾ അത് ചെക്ക് ചെയ്ത് പറയണമെങ്കിൽ അതിനകത്ത് ദിക്ക് മാർക്ക് ചെയ്യണ്ടേ. വെറും ഒരു പ്ലാൻ അയക്കുകയാണ്, അതിനകത്ത് വളരെ വ്യക്തമല്ലാത്ത പ്ലാൻ ഉണ്ടാവും. ദിക്ക് മാർക്ക് ചെയ്യാത്ത പ്ലാനാണ് കൂടുതലും വരുന്നത്. അപ്പൊ രണ്ടാമത് അവരെ വിളിച്ചെനിക്ക് ദിക്ക് മാർക്ക് ചെയ്ത് അയച്ചു തരുമെന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥയോ സമയമോ എനിക്ക് ഉണ്ടാവില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവരിങ്ങോട്ട് പറയണം, സാർ അയച്ചിട്ട് ഒരാഴ്ച സാറിന് പറ്റില്ലെങ്കിൽ പറ്റില്ല. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹത്തിനെയും സ്വാതന്ത്ര്യത്തിനെയും മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ എനിക്ക് പ്ലാൻ ചെക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഓഫീസിലൂടെ എനിക്ക് പേയ്മെന്റ് തന്ന് പ്ലാൻ ചെക്ക് ചെയ്യുമെന്ന് എനിക്ക് പറയാം. പക്ഷെ ആരോട് അങ്ങനെ സൂം മീറ്റും പോലത്തെ സംവിധാനങ്ങൾ പോകുമ്പോഴാണ് നമ്മൾ പേയ്മെന്റ് മേടിക്കുന്നത്. അത് ക്ലീൻ ഡിസ്കഷൻ ആണ്. വിത്ത് സൂമിൽ ഇരുന്ന് കൊണ്ട് ഈ രണ്ട് പ്ലാനും ലൈവിൽ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു കുഞ്ഞു ഫീസ് ഈടാക്കുന്നത്, അല്ലാതെ ഒരു സംശയം ചോദിക്കുന്നതിനോ. അപ്പൊ പ്ലാൻ ആർക്ക് വേണോ അയച്ചു തരാം, പക്ഷെ നിങ്ങൾ ദിക്ക് മാർക്ക് ചെയ്ത് അയക്കുക. വ്യക്തമായ പ്ലാനിൽ നിങ്ങൾ കൈകൊണ്ട് വരെയാണെങ്കിലും അതിനകത്ത് ഡോറ്, കിച്ചൺ, സെപ്റ്റി ടാങ്ക്, വേസ്റ്റ് വാട്ടർ ടാങ്ക് എല്ലാം മെൻഷൻ ചെയ്ത് അയക്കുമ്പോൾ ഒറ്റ ട്രിപ്പിൽ അത് യെസ് നോ എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ 4-5 കമ്മ്യൂണിക്കേഷനിലൂടെ അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സമയം എനിക്കില്ല. എല്ലാ ഫോണും എടുക്കുന്നു, അത് എനിക്കത് ഇഷ്ടം കൊണ്ട് എടുക്കുന്നതാണ്. കാരണം ഏതെങ്കിലും ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മളിലൂടെ അത് മാറാൻ സാധ്യതയാവട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാം എടുക്കുന്നത്. പക്ഷെ എന്നെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും കൂടുതലായി കണ്ടുവരുന്നു. ആർക്ക് വേണമെങ്കിലും എന്നെ പ്ലാൻ അയക്കാം. എന്നെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് നമ്പറിലോട്ട് വിളിക്കാം. ഓഫീസ് നമ്പർ ചിലപ്പോൾ അവിടെ തിരക്കാണെങ്കിൽ അവർ തിരിച്ച് വിളിച്ചോളും. പക്ഷെ എനിക്ക് പ്ലാൻ അയക്കുന്നവർ ദിക്ക് മാർക്ക് ചെയ്ത് പ്ലാൻ അയക്കുക ദയവ് ചെയ്ത്. റിക്വസ്റ്റ് ആയിട്ട് തന്നെ പറയാം. പിന്നെ കൂടുതലും നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ഓർഗാനിക് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണിത്. പക്ഷെ എങ്കിലും നമ്മുടെ വ്യൂവേഴ്സിന്റെ സഹായത്തോടെയാണ് ഈ ചാനൽ വളരുന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. കൂടുതലും ഇതിനെ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിന്റെ വളർച്ചയ്ക്കായി നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ നിങ്ങൾക്ക് വാസ്തുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ സാറിൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സാറിനെ ബന്ധപ്പെടാം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളെ മുന്നിലോട്ടേക്ക് ഇനിയും എത്തണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. പുതിയ വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം. താങ്ക്